Dears, welcome back to Arcanex. So, മക്കളെ പബ്ലിക് എക്സാം നമ്മൾ ഏറ്റവും കാത്തിരുന്ന ഏറ്റവും അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിനേഷൻ ആണ്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്? വളരെ കുറച്ച് സമയം നമ്മുടെ മുന്നിലുണ്ടല്ലോ. നമ്മൾ ആ ചാപ്റ്ററിലൂടെ എല്ലാ ചാപ്റ്ററുടെയും മെയിൻ പോയിന്റ് ഏതൊക്കെയാണെന്ന് പറയുന്നു. അതിപ്പോ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യാം. ആദ്യത്തെ ചാപ്റ്റർ സൊല്യൂഷൻസ് ആണ്. അപ്പൊ നല്ല രീതിയിൽ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. സൊല്യൂഷൻസിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ന്യൂമറിക്കൽസ് വരുന്ന ഒരു ചാപ്റ്റർ ആണല്ലേ? അത് ആദ്യം നിങ്ങൾ മൊളാരിറ്റിയും പഠിക്കാം. മൊളാരിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഡെൻസിറ്റി വെച്ചുള്ള പ്രോബ്ലം നിങ്ങൾക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് ആണ്, അതങ്ങ് പഠിക്കുക. NCERTയിൽ ഏതൊക്കെയാണോ സോൾവ് ചെയ്തിട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അത് തീർച്ചയായും എക്സാമിന് വരും മക്കളെ. അത് പഠിച്ചിട്ട് മാത്രം നിങ്ങൾ പോവുക. എന്താണ് മൊളാരിറ്റി എന്ന് ചോദിക്കും. 1 മാർക്കിന് സ്ഥിരം ചോദിക്കുന്നതാണ്. ഇതിൽ ഏതാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ്, മാസ് പെർസെന്റേജും വോളിയം പെർസെന്റേജും ഒക്കെ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇതിൽ ഏതൊക്കെയാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ഇൻഡിപെൻഡന്റ് ചോദിക്കും. ഞാൻ ആ ഡെൻസിറ്റി വെച്ചിട്ട് പ്രോബ്ലം പറയാൻ കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ NCERTയിൽ നിന്ന് പിക്ക് ചെയ്ത് അതേ വാല്യൂ വെച്ച പ്രോബ്ലം ചോദിച്ചിരുന്നു. അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ മൊളാരിറ്റി ന്യൂമറിക്കൽ പോലെ തന്നെ ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? ഐഡിയൽ എന്താണ്, നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്താണ്, ഐഡിയലും നോൺ ഐഡിയലും പറയുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്താണ് നമ്മൾ അവിടെ അസിയോട്രോപിക് മിക്സർ, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്താണ്, മാക്സിമം ബോയിലിംഗ് എന്താണ്, കറക്റ്റ് ആയിട്ട് പഠിക്കുക. അതിന് എക്സാമ്പിൾ പഠിച്ചു വെക്കുക. അതുപോലെ ക്ലോറോഫോമും അസറ്റോണും ഏത് ടൈപ്പ് ഡീവിയേഷൻ ആണ് കാണിക്കുക, എത്തനോളും വാട്ടറും ഏത് ടൈപ്പ് ഡീവിയേഷൻ ആണ് കാണിക്കുക. NCERTയിൽ ഏതൊക്കെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ടോ ആ കംപ്ലീറ്റ് എക്സാമ്പിൾസ് നിങ്ങൾ പഠിക്കണം. കാരണം ചിലപ്പോൾ അവർ എക്സാമ്പിൾ തന്നിട്ട് ഇതിൽ ഏതാണ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്, ഏതാണ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്, എന്നിട്ട് അതിന്റെ ഗ്രാഫ് വരയ്ക്കാൻ പറയും. ആ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞിട്ട് അതിന്റെ ഗ്രാഫിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം. എന്തുകൊണ്ട് ഈ സൊല്യൂഷൻ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ സൊല്യൂഷൻ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു എന്നുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാൻ അവർ പറയാറുണ്ട്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണ് തന്നിരിക്കുന്നതിൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ളത്, കറക്റ്റ് ആയിട്ടുള്ളതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. അവിടെ ഓസ്മോട്ടിക് പ്രഷറും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് തന്ന് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി പല എണ്ണം തരും. അപ്പൊ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് അവിടെ ഒരു പ്രോബ്ലം നിർബന്ധമായിട്ടും പഠിക്കണം. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റോ അല്ലെങ്കിൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ വെച്ചുള്ള ഒരു ന്യൂമറിക്കൽ നിർബന്ധമായിട്ടും ചോദിക്കും. ക്ലിയർ ആണ്. റോൾസ് ലോയും ഹെൻറീസ് ലോയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻസ് സ്ഥിരം എക്സാമിന് ചോദിക്കുന്നതാണ് അല്ലെ? സ്കൂബ ഡൈവേഴ്സിന്റെ ഒക്കെ അനോക്സിയ ഡിസീസ് പോലെ അനോക്സിയ എന്നുള്ള ഡിസീസും അങ്ങനെ ഒരുപാട് അപ്ലിക്കേഷൻ അല്ലേ, അതൊക്കെ ഒന്ന് വായിച്ചു പോകുക. അതുപോലെ വാൻ ഹോഫ് ഫാക്ടർ ഐ എന്താണെന്ന് ചോദിക്കും. ഐ എങ്ങനെയാണ് ബെൻസീനിൽ അസറ്റിക് ആസിഡ് ബെൻസീനിലേക്ക് ഇട്ടാൽ വാൻ ഹോഫ് ഫാക്ടർ എന്താണ് സംഭവിക്കുക, ഐ 1നേക്കാൾ കൂടുതലാണോ 1നേക്കാൾ കുറവാണോ, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇമ്പോർട്ടന്റ് ആണ്. ഇലക്ട്രോ കെമിസ്ട്രി ആണ് നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്റ്റാൻഡേർഡ് EMF കാൽക്കുലേറ്റ് ചെയ്യാനാണ്. E0 EMF E0 കാഥോഡ് മൈനസ് E0 ആനോഡ് എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അത് പഠിക്കാതെ EMF കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കുക. അതുപോലെ നേഴ്സ്റ്റ് ഇക്വേഷൻ, ഏതെങ്കിലും ഒരു സെല്ല് തന്നിട്ട് അതിന് നേഴ്സ്റ്റ് ഇക്വേഷൻ എഴുതാൻ പറയും. അത് വെച്ച് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഇക്വേഷനിൽ നിന്നുള്ള ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി ഓൺ ഡൈല്യൂഷൻ. എനിക്കൊന്ന് മിക്ക കുട്ടികൾക്കും വളരെ ടഫ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇലക്ട്രോ കെമിസ്ട്രി. പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആവുന്ന ഒരു ചാപ്റ്റർ ആണെന്ന് ഈ ഇലക്ട്രോ കെമിസ്ട്രി. അതിൽ വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയും സൊല്യൂഷനെ ഡൈലൂട്ട് ചെയ്താൽ മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെയാ വേരി ചെയ്യുക, എന്താണ് കോളറേഷസ് ലോ, ഉറപ്പായിട്ട് 100% ഉറപ്പിച്ചോളൂ. കോളറേഷസ് ലോ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം 100% നിങ്ങൾക്ക് ഉറപ്പിക്കാം. അവിടെ ലോ സ്റ്റേറ്റ് ചെയ്യാനും ചോദിക്കാറുണ്ട്. കൊമേഴ്ഷ്യൽ സെല്ലുകൾ, അതിൽ പ്രൈമറി സെല്ലുകളും സെക്കൻഡറി സെല്ലുകളും ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കുക. അതിന്റെ എക്സാമ്പിൾസ് മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവുക. അതിൽ ഫ്യൂവൽ സെല്ല് പഠിക്കാതെ പോകരുത്. ഫ്യൂവൽ സെല്ലിന്റെ അഡ്വാൻറ്റേജും ഫ്യൂവൽ സെല്ലിന്റെ റിയാക്ഷനും പഠിക്കാതെ പോകരുത്, അത് ഉറപ്പാണ്. അതുപോലെ മെർക്കുറി സെല്ലുകൾ എന്തുകൊണ്ടാണ് കോൺസ്റ്റന്റ് വോൾട്ടേജുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. കെമിക്കൽ കൈനറ്റിക്സ് ആണ് നെക്സ്റ്റ് ചാപ്റ്റർ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മോളിക്യുലാരിറ്റിയും അതേപോലെ ഓർഡറും ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ്. 4 പോയിന്റ്സ് മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക മക്കളെ. ഏതെങ്കിലും 4 പോയിന്റ്സ് നിങ്ങളോട് ചോദിക്കും. കഴിഞ്ഞ എക്സാമിന് ഇൻസ്റ്റന്റേനിയസ് റേറ്റും ആവറേജ് റേറ്റും കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരുന്നു. അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് കരുതി നമ്മൾ വിടുന്നതാണ്, പക്ഷെ അത് എക്സാമിന് ചോദിച്ചിരുന്നു. റിയാക്ഷന്റെ റേറ്റിനെ എഫക്ട് ചെയ്യുന്ന ഏതെങ്കിലും 4 ഫാക്ടേഴ്സ്, നിങ്ങൾക്ക് പ്രഷറും കാറ്റലിസ്റ്റിന്റെ എഫക്റ്റും എന്ത് വേണമെങ്കിലും എഴുതാം. റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷൻ എഴുതാം. അതേപോലെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ, 0 ഓർഡറിന്റെയും ഫസ്റ്റ് ഓർഡറിന്റെയും ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ പഠിച്ചിരിക്കണം. കെയുടെ എക്സ്പ്രഷൻ ആണ് അതിൽ നിന്നുള്ള ന്യൂമറിക്കലുകൾ വളരെ ഇമ്പോർട്ടന്റ്. അതിൽ ഹാഫ് ലൈഫ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ്. ഹാഫ് ലൈഫ് കാൽക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ട്. ഇക്വേഷൻ, അതേപോലെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ T half ഡെറിവേഷൻ
എന്നും ചോദിക്കും, എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ് ഡിറൈവ് ചെയ്തെടുക്കാൻ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനിൽ നിന്നും. മക്കളെ ഗ്രാഫുകൾ പഠിക്കണം. ആകെ 4 ഗ്രാഫ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഗ്രാഫ് തന്നിട്ട് അതിന്റെ ഓർഡർ ഐഡന്റിഫൈ ചെയ്യാനും അതിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എഴുതാനൊക്കെ ചോദിക്കും. അപ്പൊ 0 ഓർഡറോ ഫസ്റ്റ് ഓർഡറോ ആയിരിക്കും നമ്മുടെ ഗ്രാഫ് എന്നുള്ള കാര്യം യൂണിറ്റിൽ നിന്നും റേറ്റ് അനലൈസ് ചെയ്യാൻ പറയട്ടോ, മറന്നു പോകരുത്. അരീനിയസ് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അരീനിയസ് ഇക്വേഷൻ എഴുതി അതിലെ ഓരോ ടേമുകളും എന്താണെന്ന്, ജസ്റ്റ് എന്താണ് അരീനിയസ് ഫാക്ടർ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നും നിങ്ങൾക്ക് അറിയാമായിരിക്കണം. അതിൽ നിന്ന് എന്താണ് ന്യൂമറിക്കൽ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറേ ഇല്ല. ആൻഡ് കഴിഞ്ഞ തവണ കാറ്റലിസ്റ്റിന്റെ ഇഫക്ട്, റിയാക്ഷന്റെ റേറ്റിൽ കാറ്റലിസ്റ്റിന്റെ ഇഫക്ട് ചോദിച്ചിട്ടുണ്ട് മക്കളെ. അതേപോലെ ലാസ്റ്റ് ടോപ്പിക്കിൽ നിന്ന് കൊളീഷൻ നമ്പർ എന്താണ്, കൊളീഷൻ ഫ്രീക്വൻസി എന്താണ്, എന്താണ് ഇഫക്റ്റീവ് കൊളീഷൻ എന്നൊക്കെ നിങ്ങളോട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യുന്ന പോയിന്റ് ആണ് കൊളീഷൻ ഫ്രീക്വൻസിയും കൊളീഷൻ നമ്പറും ഒക്കെ എഫക്റ്റീവ് കൊളീഷൻ ഒക്കെ. ഇതൊക്കെ കറക്റ്റ് പഠിച്ചിട്ട് പോകും. 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. അതേപോലെ അടുത്ത ചാപ്റ്റർ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് കഴിഞ്ഞ എക്സാമിനും വന്നു, എല്ലാ എക്സാമിനും വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് കൺട്രാക്ഷൻ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങില്ല എന്ന് തന്നെ പറയാം. എന്താണ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്ന് അറിയണം, എന്തുകൊണ്ടാണ് ലാന്തനോയിഡ് കൺട്രാക്ഷന്റെ റീസൺസ്, കാരണങ്ങൾ അറിയണം, അതിന്റെ കോൺസിക്വൻസ്, എന്തുകൊണ്ട് സിർക്കോണിയത്തിനും ഹാഫ്നിയത്തിനും സിമിലർ അറ്റോമിക് അല്ലെങ്കിൽ അയോണിക് റേഡിയൈ വന്നു എന്ന് നിങ്ങളോട് ചോദിക്കും. അതിന്റെ റീസൺ എന്താണ്? പൊട്ടാഷ്യം പെർമാംഗനേറ്റിന്റെയും പൊട്ടാഷ്യം ഡൈക്രോമേറ്റിന്റെയും പ്രിപ്പറേഷൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ക്ലിയർ അല്ലേ? അവരുടെ ഓർ ഏതാണെന്ന് 1 മാർക്കിന് ചോദിക്കാറുണ്ട്. അതുപോലെ ഡൈക്രോമേറ്റിന്റെയും ക്രോമേറ്റിന്റെയും സ്ട്രക്ചർ വരയ്ക്കാൻ ചോദിക്കും. മാംഗനേറ്റ് അയോണിന്റെയും പെർമാംഗനേറ്റ് അയോണിന്റെയും സ്ട്രക്ചർ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കുക. പൊട്ടാഷ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ സ്ഥിരം എക്സാമിന് വരുന്ന ഒരു കോംപ്ലക്സ് ബിഹേവിയറും മാഗ്നറ്റിക് ബിഹേവിയറും അല്ലെ, കോംപ്ലക്സ് ഫോർമേഷൻ ബിഹേവിയറും മാഗ്നറ്റിക് ബിഹേവിയറും പഠിക്കാതെ പോകരുത് അല്ലെ. മാഗ്നറ്റിക് മൊമെന്റ് മ്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് n plus 2 എന്നുള്ള ഇക്വേഷൻ വെച്ച് മ്യൂ കാൽക്കുലേറ്റ് എത്ര ബോർ മാഗ്നട്രോൺ ആണെന്ന് എഴുതാൻ പറയും. എലമെന്റ് കോൺഫിഗറേഷൻ വെച്ച് കൂടുതൽ ഡയമാഗ്നറ്റിക് പാരാമാഗ്നറ്റിക് എന്നൊക്കെ ചോദിക്കും. എന്തുകൊണ്ട് ഇവർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു, കളേർഡ് കോംപ്ലക്സുകൾ എന്തുകൊണ്ട് ഫോം ചെയ്യുന്നു, ആൻഡ് അങ്ങനെയുള്ള അലോയ് ഫോർമേഷൻ, ഇതിന്റെയൊക്കെ റീസൺ പഠിച്ചു വെക്കുക. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തുകൊണ്ട് കാണിക്കുന്നു, ഇങ്ങനെയുള്ള റീസണുകളും ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു വെക്കുക. കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. ഒരിക്കലും നമ്മൾ എളുപ്പമാണെന്ന് കരുതുമെങ്കിൽ പോലും ഒരുപാട് പ്രശ്നങ്ങൾ ഒളിച്ചിരിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. കഴിഞ്ഞ പബ്ലിക് എക്സാമിന് കുട്ടികൾക്ക് ഏറ്റവും ടഫ് കോർഡിനേഷൻ ആയിരുന്നു മക്കളെ. കാരണം അതിൽ നിന്ന് ചോദിച്ചത് ഒന്ന് ഡബിൾ സോൾട്ടുകളും കോർഡിനേഷൻ കോമ്പൗണ്ടുകളും തമ്മിലുള്ള ഡിഫറൻസ്. മിക്ക ആരും പഠിച്ചു പോകും, മുഴുവൻ മാർക്കും കിട്ടുന്ന ഉറപ്പിച്ചൊരു എക്സാം ഹാളിൽ പോയിട്ട് ഇവിടെ പണിപാളിയതാണ് മിക്കവാറും കുട്ടികൾക്കും. കഴിഞ്ഞ തവണ മെറ്റൽ കാർബണൈൽസ്, അതിൽ മെറ്റൽ കാർബണൈലുകളുടെ ബോണ്ടിങ് എന്താണെന്ന് ചോദിച്ചു. ബോണ്ടിങ് ഇൻ മെറ്റൽ കാർബണൈൽ, സിനർജിക് ബോണ്ട് പഠിക്കാതെ ഒരു കുട്ടി പോലും എക്സാം ഹാളിൽ കയറരുത്. മെറ്റൽ കാർബണൈൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ അപ്ലിക്കേഷൻസ് നമ്മൾ വിട്ടുപോകുന്നതാണ് മക്കളെ. അത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിരുന്നു. ദെൻ ഇവിടെ നിന്ന് നിങ്ങൾ ഉറപ്പായും പഠിക്കേണ്ട കുറെ അധികം കാര്യങ്ങളുണ്ടല്ലേ. CFT ഡയഗ്രാം, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഡയഗ്രാം ഓഫ് ഒക്ടാഹെഡ്രൽ ആൻഡ് ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ഒന്ന് വരഞ്ഞ് പഠിച്ചു പോവുക. ഏറ്റവും ആദ്യം വേർണറിന്റെ തിയറി നിങ്ങൾ പഠിക്കുന്നുണ്ട്. അവിടെ എന്താണ് പ്രൈമറി വാലൻസി, എന്താണ് സെക്കൻഡറി വാലൻസി എന്നൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. IUPAC നോമെൻക്ലേച്ചർ പഠിക്കണം. ലിഗാൻഡുകളുടെ ക്ലാസിഫിക്കേഷൻ എന്താ, ബൈഡെൻഡേറ്റും ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡുകൾ, പോളിഡെൻഡേറ്റ് ലിഗാൻഡുകൾക്ക് എക്സാമ്പിൾ ഒക്കെ ചോദിക്കാറുണ്ട്. മെറ്റൽ കാർബണൈൽസ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. മെറ്റൽ കാർബണൈൽ പഠിക്കാതെ പോകണ്ട, എക്സാം ഹാളിലേക്ക് കയറണ്ട. മെറ്റൽ കാർബണൈൽ പഠിക്കാതെ എക്സാം ഹാളിൽ അല്ലേ. അതില് സ്ഥിരമായിട്ട് ലിങ്കേജ് ഐസോമറിസവും കോർഡിനേഷൻ ഐസോമറിസവും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പൊ ലിങ്കേജ് ഐസോമറിസം ആണ് എനിക്ക് കൂടുതലായിട്ട് വരുന്നത്. PTNS3-2Cl2 ആ കോംപ്ലക്സ് തന്നെ പഠിച്ചു. PTNS3-2Cl2 സിസ്പ്ലാറ്റിൻ, അതിലെ സിസ് ഐസോമറും ട്രാൻസ് ഐസോമറും വരയ്ക്കാൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. കാണിക്കുന്ന ഐസോമറിസം ചോദിക്കാറുണ്ട് അല്ലെ. ആംബിഡെന്റേറ്റ് ലിഗാൻഡുകൾ പ്രസന്റ് ആണെങ്കിൽ ഏത് ഐസോമറിസം ആണ്, ലിങ്കേജ് ഐസോമറിസം ആണ്, അത് സ്ഥിരം എക്സാമിന് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ, ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോരീൻസ്. ആൽക്കഹോൾ എന്നും ആൽക്കൈൽ ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യുന്ന ഏറ്റവും നല്ല റിയേജന്റ് തയോണൈൽ ക്ലോറൈഡ് ആണ്. എന്തുകൊണ്ട് എന്ന് ചോദിക്കും. ഫിംഗിൾസ്റ്റൈൻ റിയാക്ഷനും സ്വാർട്സ് റിയാക്ഷനും ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. SN1 SN2 കമ്പയർ ചെയ്യാൻ ചോദിക്കും. അതേപോലെ എനിക്കൊന്ന് ആംബിഡെന്റ് ന്യൂക്ലിയോഫൈലുകൾ നിങ്ങൾ അങ്ങനെ നോട്ട് ചെയ്യുന്നല്ല, പക്ഷെ അത് എക്സാമിന് ചോദിച്ചിരുന്നു. SN1 SN2 മെക്കാനിസം സ്ഥിരമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ടെർഷ്യറി സെക്കൻഡറി പ്രൈമറി ഓർഡറും പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ഓർഡറും SN1 SN2 റിയാക്ടിവിറ്റി ഓർഡർ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, DDTയുടെ സ്ട്രക്ചർ, ക്ലോറോഫോം, ഫ്രീയോണ്ട് യൂസസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. Why are aryl halides are less reactive towards to nucleophilic substitution reaction? ഉറപ്പിച്ചോ, ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, യെസ്.
നെക്സ്റ്റ് ചാപ്റ്റർ ആൽക്കഹോൾ, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ് ആണ്. മക്കളെ 3 പേരുടെയും പ്രിപ്പറേഷൻ നിങ്ങൾ പഠിക്കണം. അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വളരെ ചിലപ്പോ ബോയിലിംഗ് പോയിന്റും അല്ലെ ഇതൊക്കെ ആൽക്കഹോളിന് ബോയിലിംഗ് പോയിന്റ് ആൽക്കൈൽ ഹാലൈഡിനേക്കാളും ഈതറിനേക്കാളും കൂടുതലാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിക്കാറുണ്ട്. ക്ലിയർ അല്ലേ? ആൻഡ് അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പോലെ തന്നെ അവരുടെ കെമിക്കൽ റിയാക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൽക്കഹോളുകളെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഹിൻസ്ബർഗ് ടെസ്റ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. എന്താണ് ലൂക്കാസ് ടെസ്റ്റ് എന്ന് ചോദിക്കാറുണ്ട്. ലൂക്കാസ് റിയേജന്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് മറക്കാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ഓർഡർ ഓഫ് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഒക്കെയാണ്. പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾ ഫ്രം ക്ലോറോബെൻസീൻ ആൻഡ് ക്യുമീൻ ക്ലോറോബെൻസീനും ഫീനോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ ചോദിക്കാറുണ്ട്. പിക്രിക് ആസിഡിന്റെ ഫോർമേഷൻ പിക്രിക് ആസിഡ് എന്ന് ചോദിക്കും. 2,4,6 ട്രൈനൈട്രോഫീനോൾ ആണ് പിക്രിക് ആസിഡ്. അതിന്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ആൽക്കഹോളിന്റെയും ഫീനോളുകളുടെയും അസിഡിറ്റി കമ്പയർ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. ആൽക്കഹോളിനെയും ഫീനോളിനെയും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതെന്ന് ചോദിക്കും. ആൽക്കഹോൾ, ഫീനോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ക്വസ്റ്റൻ ആയിരിക്കും. എന്താണ് റീമർട്ടൈമർ റിയാക്ഷൻ, എന്താണ് കോൾസ് റിയാക്ഷൻ ഉറപ്പിച്ചോ. ആസ്പിരിൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, സാലിസിലിക് ആസിഡും ആസ്പിരിൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് സ്ഥിരം ക്വസ്റ്റൻ. അതുപോലെ എനിക്കൊന്ന് കഴിഞ്ഞ തവണ എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ ഒക്കെ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ എനിക്കൊന്ന് ചില കുട്ടികൾ കെമിക്കൽ റിയാക്ഷൻസ് പഠിക്കുമ്പോൾ ഒരു 3 എണ്ണം പഠിച്ചു വെക്കും. അങ്ങനെ പഠിച്ചാൽ മാർക്ക് പോകും മക്കളെ. കാരണം കഴിഞ്ഞ തവണ എസ്റ്ററിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വില്യംസൺസ് ഈതർ സിന്തസിസ്, ഈതറിന്റെ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഈതറിൽ ആകെ 2 കാര്യമേ നീ പഠിക്കണ്ടു. ഒന്നെന്താ വില്യംസൺ സിന്തസിസും, മറ്റേത് റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ ആയിട്ട് അതിൽ അനിസോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് മീഥൈൽ ഫീനൈൽ ഈതർ അത് എക്സ്ഐയുമായിട്ട് റിയാക്ട് SI അല്ല HIയുമായിട്ട് റിയാക്ട് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ത് എന്ന് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ നെയിംഡ് റിയാക്ഷൻസ് പഠിക്കുന്ന ഒരു ഏറ്റവും കൂടുതൽ ഷോർട്ട് കട്ട് ഉള്ള ചാപ്റ്ററും ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ആണ്. മക്കളെ ഈ കാണുന്ന നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ നിങ്ങൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടതാണ്. സ്റ്റീഫൻസ് റിഡക്ഷൻ, ഗട്ടർമാൻ കോഷ് ആൽഡിഹൈഡ് സിന്തസിസ് ഉണ്ട്, ക്ലെമൻസൺ റിഡക്ഷൻ ഉണ്ട്, വോൾക്കിസ് റിഡക്ഷൻ ഉണ്ട്, കാനിസിറോ റിയാക്ഷൻ ഉണ്ട്, ആൾഡോൾ കണ്ടൻസേഷൻ ഉണ്ട്, ക്രോസ്ഡാൾട്ടർ കണ്ടൻസേഷൻ, HVC റിയാക്ഷൻ, ഹെൽവാർട്ട് സെലിൻസ്കി റിയാക്ഷൻ. ഇതൊക്കെ തന്നെ പഠിച്ചാൽ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിൽ ഫുൾ മാർക്ക് ആണ്. അമൈൻസ് അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അമൈൻസിന്റെ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില റിയാക്ഷൻസ് ഉണ്ട്. കാർബിൽ അമൈൻ റിയാക്ഷൻ സ്ഥിരമായിട്ട് ചോദിക്കും. അതേപോലെ നമ്മൾ അവിടെ ലൂക്കാസ് ടെസ്റ്റ് പഠിച്ച പോലെ ഇവിടെ ഹിൻസ്ബർഗ് ടെസ്റ്റ് ചോദിക്കും. അതേപോലെ പ്രൈമറി അമൈനുകളെ എങ്ങനെ പ്രിപ്പയർ ചെയ്തെടുക്കാം, അതായത് പ്രൈമറി അലിഫാറ്റിക് അമൈനുകൾക്കും അറോമാറ്റിക് അമൈനുകൾക്കും ഒക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ക്ലിയർ ആയിട്ട് ഓരോ റിയാക്ഷൻസും ഹോഫ്മാൻ ഡീഗ്രഡേഷൻ പഠിക്കാതെ പോയത്. ഹോഫ്മാൻ രണ്ട് പ്രിപ്പറേഷൻ, അമൈഡിൽ നിന്ന് 2 പ്രിപ്പറേഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ആ 2 എണ്ണവും പഠിക്കണം. കാരണം കൺവേർഷനിൽ 2 എണ്ണം ചോദിക്കും. പഠിക്കാതെ പോവരുത്. ഹോഫ്മാൻ ഡീഗ്രഡേഷൻ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങിയിട്ടില്ല എന്നുള്ള തന്നെയാ കാര്യം. കാർബിലമൈൻ റിയാക്ഷനും സ്ഥിരം എക്സാമിന് ചോദിക്കുന്നതാണ് കുഞ്ഞുങ്ങളെ. സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. ഡയസോട്ടൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡയസോണിയം സോൾട്ടുകളുടെ റിയാക്ഷൻ പഠിക്കാതെ പോകരുത്. കപ്ലിംഗ്, അതിന് കപ്ലിംഗ് റിയാക്ഷൻ എന്ന റിയാക്ഷൻ ഉണ്ട്. ഫീനോളുമായിട്ടും അനലീനുമായിട്ടും ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് റിയാക്ട് ചെയ്ത് അസോഡായി ഫോം ചെയ്യുന്ന റിയാക്ഷൻ ആണ് കപ്ലിംഗ് റിയാക്ഷൻ. നിങ്ങൾ ശ്രദ്ധിക്കാത്ത റിയാക്ഷൻ ആണ്, പഠിച്ചിട്ടേ പോകാവുള്ളൂ. അനിലിൻ എന്തുകൊണ്ടാണ് അനിലിൻ ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ അണ്ടർഗോ ചെയ്യാത്തതെന്ന് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിന്റെ റീസൺ കൂടി ഒന്ന് പഠിച്ചിട്ട് പോവാം. ബേസിക് നേച്ചർ, ആൽക്കൈലമീൻ വേഴ്സസ് അമോണിയ, അറൈലമീൻ വേഴ്സസ് അമോണിയ ഒക്കെ പഠിച്ചേക്ക്. നൈട്രേഷന്റെയും ഒക്കെ പ്രൊഡക്റ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അമൈൻസിന്റെ ബേസിക് നേച്ചർ സ്ഥിരം കമ്പാരിസൺ ചോദിക്കുന്നതാണ്. അപ്പൊ ആൽക്കൻ അമീനും അലിഫാറ്റിക് അമൈനുകളും അരോമാറ്റിക് അമൈനുകളും ഒക്കെ തമ്മിലുള്ള അവരുടെ ബേസിസിറ്റിയുടെ ഓർഡർ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും അറിയാമായിരിക്കണം. ലാസ്റ്റ് ചാപ്റ്റർ ബയോമോളിക്യൂൾസ് ആണ്. എനിക്കൊന്ന് ഒരുപാട് കുട്ടികൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാർബോഹൈഡ്രേറ്റുകൾ തന്നെയാണ്. അവരുടെ ക്ലാസിഫിക്കേഷൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. മക്കളെ മോണോസാക്രൈഡുകളും ഒളിഗോസാക്രൈഡുകളും പോളിസാക്രൈഡുകളും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ട് മാത്രം നിങ്ങൾ പോവുക. പഠിച്ചിട്ട് പോയാൽ മതി. ഗ്ലൂക്കോസിന്റെ റിയാക്ഷൻസ്, അതിന്റെ സ്ട്രക്ചറൽ ലൂസിഡേഷനിൽ വരുന്ന റിയാക്ഷൻസ്, ഹൈഡ്രജൻ അയഡൈഡുമായിട്ടുള്ള റിയാക്ഷനുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പഠിച്ചിട്ട് പോവുക. വൈറ്റമിൻസ് സ്ഥിരം ചോദിക്കാറുണ്ട്. വൈറ്റമിന്റെ ഡെഫിഷ്യൻസി ഡിസീസുകൾ ചോദിക്കാറുണ്ട്. അതേപോലെ ഫാറ്റ് സോളുബിൾ വൈറ്റമിൻസ് ഏതാണ്, വാട്ടർ സോളുബിൾ വൈറ്റമിൻസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ DNA-യും RNA-യും അവരുടെ സ്ട്രക്ചറിലുള്ള ഡിഫറൻസും കാര്യങ്ങളും നിങ്ങളോട് സ്ഥിരം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ദെൻ അത് തന്നെ പ്രോട്ടീൻസിന്റെ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഒന്ന്. അമിനോ ആസിഡ്സ് എന്താണ്, അമിനോ ആസിഡ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഒരുപാട് ടൈം ഈ ചാപ്റ്ററിനെ കൺസ്യൂം ചെയ്യരുത്. കാരണം എന്താ, വെയിറ്റേജ് കുറവുള്ള ചാപ്റ്റർ ആണ്. സോ ഒരുപാട് നിങ്ങൾ കൺസ്യൂം ചെയ്യരുത്. എന്നാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, ക്ലിയർ അല്ലേ? നല്ല കോൺഫിഡൻസോടുകൂടി എക്സാം ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാ പോയിന്റുകളും ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു. എല്ലാ ലൈവുകളും നെക്സ്റ്റ് ഡേ തൊട്ട് ലൈവ് സ്റ്റാർട്ട് ചെയ്യണം. എല്ലാ ലൈവുകളും
കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്താൽ 100% മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം അല്ലേ? ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.